ദൈവം നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഈ മാലാകുട്ടികൾ. അവരുടെ ബുദ്ധിയും സൗന്ദര്യവും അവർ കാണിക്കുന്ന സ്നേഹവും. ഞാനും നീയും ഒരുപാട് അഹങ്കരിച്ചിട്ടില്ലേ നമ്മളുടെ കുട്ടികളുടെ കാര്യത്തില്? നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ മാറാൻ കഴിഞ്ഞു? അവരുടെ മുഖം ഓർത്തിട്ടും എന്നെ ഓർത്തിട്ടും. പ്ലീസ്. ഓക്കെ ഓക്കെ, ഞാനിപ്പോ ഒന്നും ചോദിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് വലുത് എൻ്റെ മക്കളാണ്, അവരുടെ സന്തോഷാണ്. അവരിതൊന്നും അറിയാൻ പാടില്ല, സങ്കടപ്പെടാനും പാടില്ല. Cheers. എടാ, നല്ല സുന്ദരിയായ ചേച്ചി എങ്ങനെയാണ് നിന്റെ വല വീണ്? അതും പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട്. കുറച്ചൊന്നല്ല, 5-6 വർഷം. എടാ, ഒരു പെണ്ണെന്ന് പറഞ്ഞ അവക്കെപ്പോഴും ഒരു തുണ വേണം, ഒരു കെയറിങ്. ദുഃഖം വരുമ്പോൾ തല ചായ്ക്കാനും സന്തോഷം വരുമ്പോൾ പങ്കുവയ്ക്കാനും ഒരു തോൾ വേണം. അച്ചു, ഏത് ദുർബല നിമിഷത്തിലാണ് നിനക്കെന്നോട് ഇങ്ങനൊരു ചതിയാൻ തോന്നിയത്? സേതുവേട്ടാ, മനസ്സുകൊണ്ട് പോലും ഞാൻ കളങ്കപ്പെട്ടിട്ടില്ല. അറിയാതെ വന്നൊരു ഫോൺ കോൾ, അതൊരു ഫ്രണ്ട്ഷിപ്പായി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ലാത്ത എന്ത് ക്വാളിറ്റി അച്ചു നീ അവനിൽ കണ്ടത്? ഒരു ഭർത്താവ് എപ്പോഴും ഭാര്യയ്ക്ക് നല്ലൊരു സുഹൃത്തായിരിക്കണം, ഒരു കാമുകനായിരിക്കണം, ഫുൾ ടൈം അവർ റൊമാൻറ്റിക് ആയിരിക്കണം. അല്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ മതി, അവരുടെ മനസ്സ് പാളും. അപ്പോഴാണ് അവർക്ക് എന്നെപ്പോലൊരു സുഹൃത്തിൻ്റെ ആവശ്യം വരിക. ആദ്യം സുഹൃത്താവും, പിന്നെ കാമുകനാവും, വേണമെങ്കിൽ വേറെ പലതും ആവും. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഒരു പ്രവാസി അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ളത് നിനക്ക് വല്ലതും അറിയോ? ഒരു രാത്രി വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസിയുടെ മനസ്സെന്താണെന്ന് നിനക്കറിയോ? നിനക്കെന്നല്ല, ഒരു പെണ്ണിനും അറിയില്ല. നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ സുഖവും സൗകര്യങ്ങളും സന്തോഷവും മാത്രമാണ്. ഓക്കെ, വളരെ വൈകിയാണെങ്കിലും ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നു. ഈ കുട്ടികളൊക്കെ ഇട്ട് ഒളിച്ചോടിപ്പോകുന്ന അവളന്മാരെപ്പോലുള്ളവരെ വെടിവെച്ച് കൊല്ലണം. അതുപോലെ തന്നെ ഇവനെയും വെടിവെച്ച് കൊല്ലണം. നീ ഒന്നും മിണ്ടായിരിയടാ. അനൂപേ, നീ പറയടാ. നിങ്ങൾക്കറിയാമോ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീക്ക് സ്നേഹത്തിന്റെ ചുമന എവിടെയാ കൊടുക്കേണ്ടതെന്ന്? അത് നമ്മുടെ ലാലേട്ടൻ ആ സിനിമയിൽ പറയുന്നില്ലേ, ആ ചുംബനം ചുണ്ടിലല്ലേ. അതിൽ അകലേട്ടൻ പറഞ്ഞത് ശരിയാ, പക്ഷേ ചുണ്ടിലല്ലാതെ പിന്നെ എവിടെ ചുംബിച്ചാലാടാ ഇത്ര മധുരം കിട്ടുക? അതും ഏറ്റവും മധുരമുള്ള ചുംബനം. ഞാൻ ചോദിച്ചത് സ്നേഹത്തിൻ്റെ ചുംബനോ, അതറിയോ നിങ്ങൾക്ക്? കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് അവരുടെ സിന്ദൂര പൊട്ടിൻ്റെ സ്ഥാനത്ത് ചൂടുള്ളൊരു ചുംബനം. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സ്നേഹമുള്ള ചുംബനം. അതവർക്കൊരു ശക്തിയാ, എന്നും നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ. പിന്നെ അവർ നമുക്ക് എന്തും തരും, എന്തും. നീ പറയുന്ന എന്തും ഞാൻ വിശ്വസിക്കാം. എനിക്ക് വലുത് നിങ്ങളാണ്, നമ്മുടെ കുടുംബമാണ്. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ലോകം പോലുമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കാം.
ജീവിക്കാം. പക്ഷേ അവനെ എനിക്കൊന്ന് കാണണം. എന്റെ ഭാര്യയുടെ കാമുകനെ. അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല ഏട്ടാ. അവനൊരു പാവാണ്. അവനെ ഉപദ്രവിക്കരുത് പ്ലീസ്. പാവം. ആരെയും പേടിക്കാനില്ലാതെ ഒരു അടച്ചിട്ട മുറിയില് ഒരാണും പെണ്ണും കുറച്ചു നേരം ചെലവഴിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. നീ പറഞ്ഞ സ്നേഹവും സൗഹൃദവും. സേതുട്ടാ പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. നീ എന്റെ കാലൊന്നും പിടിക്കണ്ട. നീ ഒന്ന് വിളിക്ക് നിന്റെ കാമുകനെ, എന്നിട്ടൊന്ന് സ്പീക്കർ ഫോണിലിട്. എനിക്ക് അവനെ ഒന്ന് മീറ്റ് ചെയ്തേ പറ്റൂ. സേതുട്ടാ നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ അവനെ ഉപദ്രവിക്കാനൊന്നുമല്ല. ചുമ്മാ ചുമ്മാ ഒന്ന് കാണാം. ഹലോ. ആ അനു, ആ അച്ചു പറഞ്ഞോ. ഞാനൊരു നമ്പർ തരാം. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് ശരി, നമ്പർ തന്നോ, ഞാൻ വിളിക്കാം. പുള്ളിക്ക് എന്തോ ബിസിനസ് തുടങ്ങാനാണ്. നിന്റെ കുറച്ച് അഡ്വൈസ് വേണം. ആ ഓക്കെ. നാളെ നിന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയാ. സ്ഥലവും സമയമൊക്കെ വിളിച്ചാൽ പറഞ്ഞു തരും. നമ്പർ ഞാൻ SMS അയക്കാം. ഓക്കെ? ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ചു. ഞാനെന്തായാലും ഒറ്റയ്ക്കല്ല പോകുന്നത്. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നതിന്? ആ ആ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു സാർ. പിന്നെ ഗൾഫിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ, അത് നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു. ദൈവാനുഗ്രഹം, അത് നന്നായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മുഖം കണ്ടാ അറിയാം നിങ്ങളൊരു ദൈവവിശ്വാസിയാണെന്ന്. ഓ താങ്ക് യു സാർ. അല്ല, സാറിൻ്റെ പേര് പറഞ്ഞില്ല. ഓ സോറി അനു, ഞാൻ അത് മറന്നു. അശ്വതി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മാഡം നമ്പർ മാത്രമേ അയച്ചു തന്നുള്ളൂ. എങ്ങനെ? അല്ല, മാഡം ഇന്നലെ നമ്പർ മാത്രമേ അയച്ചു തന്നുള്ളൂ. പിന്നെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞിരുന്നു. വളരെ വേണ്ടപ്പെട്ട ആളാണ്. എൻ്റെ പേര് സേതു. ഞാൻ ദുബായിൽ സെറ്റിൽഡാണ്. ഓ അശ്വതി മാഡത്തിൻ്റെ. അശ്വതിയുമായി ഞാൻ വേറെ ചെറിയൊരു ബന്ധം കൂടിയുണ്ട്. ഷീ ഈസ് മൈ വൈഫ്. അനീഷേ, സാറേ, നമ്മുടെ പിള്ളേരൊന്നുണ്ട് കേറിക്കോട്ടെ. അനീഷേട്ടാ വിട്ടോ. നിനക്ക് വളയ്ക്കാൻ എന്റെ പെണ്ണിനെ മാത്രമേ കിട്ടുള്ളൂടാ. നിന്റെ അടുത്താ ചോദിച്ചത്. അത് ഞാനൊരു നേരം പോക്കിന്, ഒരു രസത്തിന് അത്രയും മനസ്സിൽ ഉദ്ദേശിച്ചു. നിനക്ക് രസം പിടിക്കാൻ വല്ലവന്റെ ഭാര്യ മാത്രം കിട്ടുള്ളൂടാ. മാറി നിന്നെ ഉപദ്രവിക്കില്ലെന്ന് ഞാൻ എന്റെ അച്ഛന് വാക്കൊടുത്തിട്ടാ പോകുന്നത്. അതെന്റെ ഔദാര്യമായി കണ്ടാ മതി.
അതൊരിക്കലും ഇനി നീ പ്രതീക്ഷിക്കാൻ ചെയ്യരുത്. സോറി സർ, സോറി സോറി. ദൈവത്തിലോ ചെകുത്താന്മാരിലോ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ മനുഷ്യന്റെ മനസ്സ്, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മനസ്സിലെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയ നിനക്ക് കാലം അതിനൊരു മറുപടി തരും. കാരണം നാളെ നീയും ഒരു ഭർത്താവും അച്ഛനാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിനക്കും വരും. അന്ന് നീ ഓർക്കും എന്റെ നെഞ്ചിലെ വേദന. ഓ, എന്റെ കൺമുമ്പിൽ നിന്ന് നീ പോ. ഇനി നീ എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ നിഴൽ വെട്ടത്ത് പോലും കണ്ടുപോകരുത്. ചെയ്തത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിലൊരു കുറ്റബോധവും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഈ പ്രായത്തിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ട് ഇങ്ങനെ ഓരോ ചുറ്റിക്കളികൾ. പക്ഷേ അതിൽ ഞാൻ മാത്രം പിടിക്കപ്പെട്ടു. ചെയ്തത് നിങ്ങളെപ്പോലെ ഒരു സാധു മനുഷ്യനോടാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇതൊരു താക്കീതാണ്. തെറ്റ് ചെയ്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്ന നിന്നെ പോലുള്ള കള്ള കാമുകന്മാർക്കുള്ള മുന്നറിയിപ്പ്. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ചതിക്കപ്പെടുന്ന ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങൾ കാമുകന്മാരുടെ മുമ്പിൽ വെറും കോമാളികളാവില്ലടാ. സേതുട്ടാ, നല്ല ക്ഷീണം. ഞാനൊന്നും മയങ്ങിപ്പോയി. നേരെ ഒരുപാടായി. അച്ഛ കിടന്നോളൂ. ഞാൻ കുട്ടികളുടെ റൂമിലുണ്ടാവും. ഓക്കെ, ഗുഡ് നൈറ്റ്. അതെന്താ സേതുട്ടാ അങ്ങനെ? ഇനി മുതൽ അങ്ങനെയാണ്. അതാണ് ശരി. നീ ചെയ്ത വലിയ തെറ്റിന് ഞങ്ങൾ തരുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ഇത്. അച്ഛൻ പറഞ്ഞതാണ് ശരി. അമ്മേനെയും അങ്കിളിനെയും അച്ഛനൊന്നും ചെയ്തില്ലല്ലോ. നീ നിന്റെ കാമുവിന് വേണ്ടി എത്രത്തോളം ചെറുതായോ അപ്പൊ നീ അറിഞ്ഞില്ല നമ്മുടെ മക്കൾ എത്രത്തോളം വളർന്നു. ഇവർക്ക് ഇവരുടെ പഴയ അമ്മയെ നഷ്ടപ്പെട്ടെന്ന് തോന്നിയപ്പോഴാ ഇവരെന്നെ വിവരം അറിയിച്ചത്. അയ്യോ, ആരോ വന്നിട്ടുണ്ട്. ഹായ് മക്കളെ. മക്കളെ, അച്ചു താനെന്താ സ്റ്റക്കായിട്ട് നിൽക്കുന്നേ? ഞാൻ പറയാതെ വന്നോണ്ടാണോ? ഞാൻ വരുന്ന വിവരം എന്റെ മക്കളെ വിളിച്ച് അറിയിച്ചിരുന്നു. ഇത് എന്നേക്കുമായുള്ള ശിക്ഷയല്ല, ശരീരമല്ല മനസ്സ്. മനസ്സ് ശുദ്ധീകരിച്ച് നിനക്ക് എപ്പോ വേണമെങ്കിലും ആ പഴയ അച്ചുവായി ഞങ്ങളുടെ ഇടയിലേക്ക് തിരിച്ചു വരാം. വാ.